നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണാൻ കാത്തിരുന്ന ആ ഒരു നല്ല വിശേഷം തന്നെയാണ്. ഒടുവില് മീനാക്ഷി കുറ്റവിമുക്തയാകുവാണ്. മീനാക്ഷി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പോലീസ് സ്റ്റേഷനിലെ തെളിവ് സഹിതം കൊണ്ടുവന്ന് ഹാജരാക്കുവാണ്. അങ്ങനെ ഒടുവില് മീനാക്ഷി പുറത്തിറങ്ങുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കൃഷ്ണമംഗലത്തുള്ള അച്യുതനൊക്കെ നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ മീനാക്ഷിയെ കുടുക്കിയത് അച്യുതനാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടു. ഒടുവില് മീനാക്ഷി CI രാമഭദ്രനെ വെറുതെ വിട്ടില്ല. കാരണം മീനാക്ഷിക്ക് മനസ്സിലായി കൃഷ്ണമംഗലംകാരാണ് തന്നെ ചതിക്കാനായിട്ട് കൂടെ നിൽക്കുന്നതെന്ന്. അവരുടെ ഫയൽ സൈൻ ചെയ്യുവാണെങ്കിൽ തന്നെ വെറുതെ വിടും. പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു ഫയൽ സൈൻ ചെയ്യാനായിട്ട് മീനാക്ഷി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കോറിയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ അതങ്ങനെ ഇട്ടു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അതും മീനു ഇത്രയും കാലം അതിന്റെ വേണ്ടത്ര രേഖകളൊക്കെ ഹാജരാക്കാനായിട്ട് അച്യുതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഹാജരാക്കാതെ അങ്ങനെ കള്ളത്തരത്തിലൂടെ സർട്ടിഫിക്കറ്റ് കയ്യിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ലൈസൻസ് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നേ. പക്ഷെ അതിന് മീനാക്ഷി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് തനിക്ക് പണി തരുന്നാന്നുള്ള കാര്യം മനസ്സിലായി. മീനാക്ഷി CIയോട് പറഞ്ഞു, സാറിങ്ങനെ ഈ ചെറിയ ഒലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അറിയാലോ ഇതിലൊന്നും വീടുന്നവളല്ല മീനാക്ഷി. കൂടിപ്പോയിട്ടാണെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. എന്നാലും ശരി, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഫയല് ഞാൻ ഒപ്പിടില്ല. മീനാക്ഷിയെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. സാറ് ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. പിന്നെ കൈക്കൂലി വാങ്ങുന്നവളാ മീനാക്ഷിയെങ്കിൽ പണ്ടേ ഈ ഫയലൊക്കെ നീങ്ങിപ്പോയനം. പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല മീനാക്ഷി. നന്നായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് തന്നെയാണ് ഈ ജോലി വാങ്ങിച്ചെടുത്തെ. അതങ്ങനെ കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. തെറ്റ് ചെയ്യാത്തോണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമഭദ്രൻ പറഞ്ഞു, നീ ആരാന്ന നിന്റെ വിചാരം? നീ വലിയ ആള് കളിക്കാൻ ശ്രമിക്കുവാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. ഇല്ലെങ്കിൽ സാർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. പുറത്തെന്റെ കുടുംബം കാത്തു നിൽക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നത്. മര്യാദയ്ക്കാണെങ്കിൽ സാറിന് മര്യാദയ്ക്കിരിക്കാം, എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ എന്നെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കും സാറിന് തോന്നുന്നുണ്ടോ? അവരൊരിക്കലും വെറുതെ ഇരിക്കില്ല. അവര് വേണമെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ വരെ തീയിടും. അമ്മാതിരി കട്ടക്കലിപ്പോട് കൂടിയിട്ടാ എന്റെ അച്ഛനും അവരൊക്കെ നിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രാമഭദ്രൻ ഒന്നും ഭയന്നു. കാരണം തെറ്റ് ചെയ്തിട്ടില്ല മീനാക്ഷി എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ഇനിയിപ്പൊ പണി പാളുവോന്നൊരു പേടിയുണ്ട്. പോരാത്തിന് മീനാക്ഷി വെല്ലുവിളിക്കുകയും ചെയ്തു, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, സത്യാവസ്ഥകളൊക്കെ ഞാൻ കണ്ടെത്താന്ന്. ഈ സമയത്ത് ആകാശും ആര്യനും അവരൊക്കെ ചേർന്ന് വീണാമാടത്തിന്റെ ഹസ്ബൻഡിന്റെ കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ നോക്കുവാണെങ്കിൽ ആകാശ് എന്ന പേരിൽ ആരാണ് തന്റെ നിന്ന് വന്ന് പണം മേടിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. ലാപ്ടോപ്പ് എടുത്തു വെച്ച് അതിനകത്ത് അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുവാണ്. നോക്കി കഴിയുമ്പോഴത്തേനും തൊപ്പി വെച്ച് ഒരുത്തന് അവിടേക്ക് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അയാള് വീണാമാടത്തിന്റെ ഹസ്ബൻഡിൽ നിന്ന് പൈസ മേടിക്കുന്നു. ഈ സമയത്ത് വീണാമാടത്തിന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവനാണ് ആകാശാന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല ഇവൻ ഏതാന്ന് ചോദിച്ചു. ഈ സമയത്ത് ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചു, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്നൊക്കെ ധർമ്മനും പറയാണ്. അപ്പൊ ഇവനാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചിരിക്കുന്നത്. ഇവനെ പൊക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവനെ പൊക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു കാരണവശാൽ വെറുതെ വിടാൻ പാടില്ല. ഇവനെ നമുക്ക് കയ്യോടെ പൊക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ആകാശ് ആര്യനോട് പറഞ്ഞു, ആര്യ നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിലേക്ക് അമ്മയെ വിളിക്കുക. അമ്മയെ വിളിച്ചിട്ട് അവിടെ CCTVയും കാര്യങ്ങളൊക്കെ ബാലൻ നേരത്തെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണല്ലോ ഉർവശി ശാപം ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാല് ഇപ്പോഴെന്താണല്ലോ ഉപകാരപ്പെടുവാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ CCTV ഫുട്ടേജ് ഒക്കെ നിന്റെ ഫോണിലേക്ക് ഇട്ട് തരാൻ പറ. കാരണം ഇയാളാണോ അമ്മയുടെ കൊണ്ട് പണം തന്നെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ആര്യം വീട്ടിലേക്ക് വിളിക്കണം. വീട്ടിലേക്ക് വിളിച്ച് ഗോമതിയോട് കാര്യം പറയണം. അനു ശ്രീദേവിയൊക്കെ ഉണ്ടല്ലോ. അനുമോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ആര്യന്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ആര്യം നോക്കി, ശരിയാണ് ഇയാളാണ് പണം കൊണ്ടേ കൊടുത്തിരിക്കുന്നത്. ആകാശ് പറഞ്ഞു, അപ്പൊ നമുക്കിനി കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. കാരണം രണ്ടും ഒരാൾ തന്നെയാണ്. ഇവിടുന്ന് അയാൾ പണം മേടിച്ചിട്ട് അയാൾ വിജിലൻസിന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് നേരെ വീട്ടിൽ കൊണ്ടേ കൊടുത്തിരിക്കുക. അപ്പൊ ആകാശല്ല ഇതിന്റെ പിന്നിൽ ഇയാളാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെളിയിക്കാനായിട്ട് എളുപ്പമാന്ന് പറഞ്ഞു. ഈ സമയത്ത് നല്ല ടെൻഷനിലായിരുന്നു മീനാക്ഷി. കാരണം ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. 2 ദിവസം കോടതിയില്ല, 2 ദിവസം തന്നെ ലോക്കപ്പിൽ ഇടാനായിട്ടാണ്. അത് മനഃപൂർവ്വം കരുതി കൂട്ടി കൃഷ്ണമംഗലംകാർ ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ താൻ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അച്ഛനൊന്നും വെറുതെ ഇരിക്കില്ല. ഉറപ്പായിട്ടും പോയി കൃഷ്ണമംഗലത്തുള്ളവരോട് പടവെട്ടും.
എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അവിടെ ആ ജനലിന്റെ സൈഡിൽ ഇരിക്കുമ്പോഴത്തേനും മിത്ര പുറത്തു വന്നു. മിത്ര പുറത്തു വന്ന് മീനാക്ഷിനെ വിളിക്കുവാണ്. മീനാക്ഷി തിരിഞ്ഞു വയ്ക്കുക. അപ്പം മിത്രയെ കണ്ടു. ചേച്ചിക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിച്ചു. എന്തിന്? ചേച്ചി എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ടെന്നൊക്കെ മിത്ര പറഞ്ഞു. വിഷമിക്കണ്ട മോളെ, ഞാൻ അല്ലേ പറയണേ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനാ സങ്കടപ്പെടുന്നേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഒന്നിനെ ഭയക്കണ്ട. എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടായാലും ശരി, ഞാനങ്ങനെ തെറ്റ് എന്ന് സമ്മതിക്കാൻ പോകുന്നില്ല. തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനാ പിന്നെ ഈ കേസ് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലോ എന്ന് പറഞ്ഞു. ചേച്ചി അവർ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്യുമോ? എന്തിന്? എന്നെ ഉപദ്രവിക്കാൻ അവരാരാ? ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോളെ. ആ ഒരു ആത്മവിശ്വാസത്തിന് പുറത്താണ് ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്നാലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മിത്രയ്ക്ക്. ഇനി എങ്ങാനും ചേച്ചിയുടെ കാര്യത്തിൽ ഈ 2 ദിവസം അകത്ത് കിടക്കേണ്ട വരുമോന്നൊരു പേടി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആകെപ്പാടെ നാണക്കേടാവും. പിന്നെ ജോലിയെ ബാധിക്കും. ചേച്ചി ആശിച്ച് മോഹിച്ച് കിട്ടിയ ജോലിയല്ലേ. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ മിത്രയ്ക്ക് വിഷമമുണ്ട്. മീനാക്ഷിയാണ് മിത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെ, മോളൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അവിടെ ചെന്നാലും ഒരു സമാധാനം കിട്ടത്തില്ല. പോരാത്തേനും അപ്പച്ചി ചോദിച്ചോണ്ടേയിരിക്കും. ഇപ്പൊ അപ്പച്ചി ദേവി ചേച്ചിയും അതുപോലെ തന്നെ അനുമോളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്കൊരു സ്വസ്ഥത സമാധാനം കൊടുക്കുന്നുണ്ടായിരിക്കില്ല എന്ന് പറയാണ്. അത് കേട്ടിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, അമ്മയുടെ സ്വഭാവം അറിയാലോ, സാരമില്ല, നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. ഞാൻ തെറ്റിയാത്തോടത്തോളം കാലം പേടിക്കേണ്ട കാര്യമില്ല മോളെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ നിൽക്കണേന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആകാശവും ആരിനൊക്കെ ചേർന്നിട്ട് ഈ പറയുന്ന പണം കൊണ്ടേ കൊടുത്ത് ആ ബിനുവിനെ അങ്ങോട്ട് പൊക്കുവാണ്. അപ്പൊ കൃഷ്ണമംഗലംകാരുടെ ശിങ്കടിയായിരുന്നു അവനെ പൊക്കിയിട്ട് അവനെ ഇടിച്ചിഞ്ച പരുവോക്കണം. ഒടുവിൽ അവൻ കുറ്റം സമ്മതിച്ചു. ഞാനാണ് അങ്ങനെ ചെയ്തേ. ആര് പറഞ്ഞിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കൃഷ്ണമംഗലത്തെ അച്യുതം പറഞ്ഞിട്ടാന്ന് പറയണം. പിന്നെ ഇടിയുടെ പെരുന്നാളായിരുന്നു. സത്യം പറയടാ, നിന്റെ ഉദ്ദേശലക്ഷ്യം ഇത് മാത്രമായിരുന്നോ അതോ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഒരു ഫയലിൽ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നൊക്കെ പറയണം. അങ്ങനെ ഒടുവിൽ അയാളെ തൂക്കിയെടുത്തു. ഇനിയിപ്പം മീനാക്ഷിയെ രക്ഷിക്കണമെങ്കിൽ ഇവനെ കൊണ്ട് പോയാൽ മതി അവൾ പോലീസ് സ്റ്റേഷനിലേക്ക്. തെളിവ് സാധനം കൂടെ ഹാജരാക്കണം. സാക്ഷിയുണ്ട്. പോരാത്തതിന് CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പൊ പോകുന്നതിന് മുമ്പ് ആരിനൊരു കാര്യം കൂടെ ചെയ്തു. മീഡിയക്കാരെ വിളിച്ചു. അപ്പൊ മീഡിയക്കാരൊക്കെ അറിഞ്ഞ് വലിയ വിവാദമായ കേസായിരുന്നു മീനാക്ഷിയുടേത്. മീനാക്ഷി അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേനും മീഡിയക്കാരൊക്കെ പാഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അച്യുതനെ ഏർപ്പാടാക്കിയ ആൾക്കാരായിരുന്നു. മീനാക്ഷിയെ ദേവമംഗലത്തെ നാണം കെടുത്താന്. അപ്പൊ ഇത് പിന്നെ വെറുതെ വിടും ആരിനൊക്കെ. മീഡിയക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിരപരാധിയായ ഒരു ഓഫീസറെയാണ് കള്ളക്കേസ് കുടുക്കിയത്. അപ്പൊ അതിന് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ വരാനായിട്ട് പറഞ്ഞു. മീഡിയക്കാർ വെറുതെ വിടുവോ? അവർക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണല്ലോ അത്. ഒടുവിൽ അവനെ കൊണ്ട് അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. CAയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി അവനെ തള്ളി അങ്ങോട്ട് വിടുവാണ് ധർമ്മന്. അപ്പോഴേക്ക് CA ചാടി എഴുന്നേറ്റു. അയാളെ കണ്ടിന്യൂ വെച്ചു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. കാര്യമാണ് സാറേ, ഇവനാണ് കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കള്ളക്കേസോ? നിങ്ങളൊക്കെ ആരാ എന്തേ പറയണമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. സാറൊന്ന് അടങ്ങ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറഞ്ഞു. വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. പണം വാങ്ങുന്നേ പണം കൊണ്ട് കൊടുക്കുന്നതൊക്കെ ശരിക്കും സംഭവിച്ച ഇതാണ്. അല്ലാതെ മീനാക്ഷി കൈക്കൂലി വാങ്ങിയതൊന്നും അല്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? CI ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അയാൾക്കൊന്നും വല്ലാത്ത അവസ്ഥ. മീഡിയക്കാരൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. മീനാക്ഷി ഒരു അമ്പരപ്പോട് ഞെട്ടലോട് കൂടിയിട്ടാണ് ആകാശിനെയൊക്കെ നോക്കുന്നത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ നിരപരാധിയാണ്. എൻ്റെ ഭാര്യയെ കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു ഫയൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നടന്നില്ല. അപ്പം അതിൻ്റെ പ്രതികാരം എന്നാണ് ചെയ്യുന്നതാണ്. എൻ്റെ ഭാര്യയെ കുടിക്കുക ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ ഫയല് വേറെ ആളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കാനുള്ള പുറപ്പാടായിരുന്നു ഇതൊക്കെ ചെയ്തേ. ഇയാളിത് ആർക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ കൃഷ്ണമംഗലത്തെ അച്യുതന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അയാളിന്ന് പണം വാങ്ങിയിട്ട് ഇയാൾ ചെയ്ത പ്രവൃത്തിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അയാൾക്ക് സത്യങ്ങളൊക്കെ തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. പോരാത്തതിന് മീഡിയക്കാരൊക്കെ നിൽക്കുമല്ലേ. ഈ പറയുന്ന CI രാമഭദ്രന് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയായി പോയി. ചെയ്തിട്ടും കാര്യമില്ല, പണി പാളിയെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഒടുവിൽ മീനാക്ഷി കുറ്റമുക്തിയായി പുറത്തേക്ക് വരുവാണ്. പോരെ പൊടി പൂരം. ആകാശ് കുറ്റക്കാരനാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മീനാക്ഷിയാ. പക്ഷേ എങ്കിൽ അതല്ല, അതിന്റെ സത്യാവസ്ഥ ഇതാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും ഭയങ്കര വിഷമമായി. മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വരിക. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. കൃഷ്ണമംഗലംകാരുടെ കുറച്ച് അഹങ്കാരം ഇതോടുകൂടി കുറയും. ഇനിയിപ്പൊ ബാക്കി എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. ദേവമംഗലംകാർ വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലില്ല. മുമ്പ് മോനിട്ടാ കൊടുത്തെങ്കിൽ ഇനിയിപ്പം അച്ഛനിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ആ കഥയ്ക്ക്
നാളേക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.